ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമം മൊത്തം വെറും ഓർമ്മയായി മാറി. ഉറ്റവരും ഉടയവരും മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയാതെ കേരളത്തെ മൊത്തം ഞെട്ടിച്ച ദുരന്തമാണ് മുണ്ടക്കയിലുണ്ടായത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 350-ലധികം പേർ മരിച്ചു. 200 പേർ ഇപ്പോഴും കാണാമറയത്താണ്. ഈ ദുരന്തം നടന്ന ദിവസങ്ങൾ ഇത്രയായിട്ടും ദുരന്തത്തിന്റെ ആഘാതം മാറിയിട്ടില്ല. മാത്രമല്ല, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല മേഖലയിലുണ്ടായ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായ ഉരുൾപൊട്ടലുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ നടന്നത് കേരളത്തിലാണ്. 7 വർഷത്തിനുള്ളിൽ മാത്രം ഇന്ത്യയിൽ 3728 ഉരുൾപൊട്ടലുകൾ ഉണ്ടായപ്പോൾ അതിൽ 2239 എണ്ണവും കേരളത്തിലാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ദുരന്തം ആവർത്തിക്കുന്നത്? ആരേറ്റെടുക്കും ഈ ദുരന്തങ്ങളുടെ ഉത്തരവാദിത്തം? പ്രകൃതി ദുരന്തങ്ങൾ നടന്നു കഴിയുമ്പോൾ മാത്രം കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന പേരാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം, പശ്ചിമഘട്ട മേഖലയിൽ നടക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ 2010 മാർച്ചിൽ ഗവൺമെന്റ് മാധവ് ഗാഡ്ഗിലിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച കമ്മിറ്റിയായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി. കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ടത്തിന്റെ പല മേഖലകളും അതിതീവ്ര പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണെന്നും ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന 131 വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണെന്നും അതിൽ തന്നെ ഇപ്പോൾ മഹാദുരന്തമുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല ഉൾപ്പെടെ വയനാട്ടിലെ 13 വില്ലേജുകളും പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണെന്നും ഉടൻ തന്നെ വനനശീകരണം, പ്ലാസ്റ്റിക് ഉപയോഗം, വനമേഖല കയ്യേറിയുള്ള കൃഷി എന്നിവ തടയണമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ മുൻകരുതൽ എടുക്കാത്ത പക്ഷം അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രകൃതി പ്രതികരിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ വിവിധ സർക്കാരുകളുടെയും വ്യവസായ പ്രമുഖരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എതിർപ്പിനെ തുടർന്ന് ഗാഡ്ഗിൽ സമിതി ശുപാർശയ്ക്ക് പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന പേരിൽ ഗവൺമെന്റ് കെ കസ്തൂരംഗൻ ചെയർമാനായി മറ്റൊരു സമിതി നിയോഗിച്ചു. എന്നാൽ ഈ സമിതി ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്ന തരത്തിൽ അത്രയധികം പരിസ്ഥിതി ലോല പ്രദേശങ്ങളില്ലെന്നും 37% മാത്രമുള്ളൂ എന്നുമായിരുന്നു കസ്തൂരംഗ റിപ്പോർട്ട്. അധിക വർഷങ്ങളൊന്നും വേണ്ടി വന്നില്ല ഗാഡ്ഗിൽ റിപ്പോർട്ട് സത്യമാണെന്ന് കാലം തെളിയിക്കാൻ. വനനശീകരണം, ഭൂമി കയ്യേറ്റം, അശാസ്ത്രീയമായ ഭൂവിനിയോഗം, പരിസ്ഥിതിക്ക് യോജിക്കാത്ത കൃഷിരീതികൾ, അനധികൃത ക്വാറികളുടെ പ്രവർത്തനം എന്നിവയാണ് കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ വർദ്ധിക്കാൻ കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം സോയിൽ പൈപ്പിംഗ് പ്രതിഭാസവും കേരളത്തിൽ ഉരുൾപൊട്ടലുകൾക്ക് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ് സോയിൽ പൈപ്പിംഗ്? ഭൂമിക്കടിയിൽ മണ്ണൊലിപ്പുണ്ടാകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ്. ഇത് ഭൗമാന്തര ഭാഗത്ത് തുരങ്കങ്ങൾ രൂപപ്പെടുകയും ഉറപ്പു കുറഞ്ഞ മണ്ണുള്ളിടത്ത് ശക്തമായി പെയ്ത് ഭൂമിക്കടിയിലിറങ്ങുന്ന വെള്ളം നദിയൊഴുകുന്നത് പോലെ നിരവധി കൈവഴികളായി രൂപപ്പെടുന്നു. അതിലൂടെ ദൃഢത കുറഞ്ഞ കളിമണ്ണും ദ്രവിച്ച പാറക്കഷ്ണങ്ങളും ഒഴുകി മലയുടെ അടിവാരത്തേക്ക് ടണലിലൂടെ നിക്ഷേപിക്കപ്പെടുന്നു. ഇതിലൂടെ ഒരു പ്രദേശം മുഴുവൻ ദുർബലമാവുകയും മലയിടിച്ചിലിന് കാരണമാവുകയും ചെയ്യും. സോയിൽ പൈപ്പിംഗ് സംഭവിക്കുന്ന സ്ഥലങ്ങൾ പിന്നീട് കൃഷിക്കോ മനുഷ്യവാസത്തിനോ പറ്റാത്ത തരത്തിൽ ആകെ തകർന്നടിയുന്നു. മുണ്ടക്കൈ മേഖലയിലുണ്ടായ അതിതീവ്ര മഴയും ഉരുൾപൊട്ടലിന് കാരണമാണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ, പുത്തുമല എന്നീ സ്ഥലങ്ങളിൽ നിന്ന് 2-3 കിലോമീറ്റർ മാത്രമേ മുണ്ടക്കൈയിലേക്ക് ദൂരമുള്ളൂ. ഭൂമിശാസ്ത്രപരമായി ദുർബല പ്രദേശമാണിത്. രാത്രി മാത്രം 24 സെന്റിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. വികസനത്തിന്റെയും വ്യക്തി താല്പര്യങ്ങളുടെയും പേരിൽ പ്രകൃതി സംരക്ഷണത്തിൽ വെള്ളം ചേർക്കുകയും കാലാവസ്ഥാ വ്യതിയാനം കൂടി ആയപ്പോൾ വീണ്ടും മറ്റൊരു പ്രകൃതി ദുരന്തം കൂടി സംഭവിച്ചിരിക്കുന്നു. ഈ ദുരന്തത്തിൽ നിന്നെങ്കിലും സർക്കാരും വ്യക്തികളും പാഠം ഉൾക്കൊള്ളണം. ഇനിയെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചൂടാ. പ്രകൃതിയെ മാനിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തം എല്ലാ കണക്കുകൂട്ടലുകൾക്കും അതീതമായിരിക്കും.